കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈതാനത്തിന് സമീപം അഴുകിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. സംഭവം കൊലപാതകമാണെന്ന് പോലീസ് പറഞ്ഞു. എൻ്റെ ഡയലോഗ് കേട്ടിട്ട് നിനക്കല്പം ക്രിഞ്ചായി തോന്നിയേക്കാം. കുറച്ച് നേരത്തേക്കല്ല മറ്റു, നീ ഒന്ന് ക്ഷമിക്ക്. വി ഓൾ ഹാവ് വൺ ലൈഫ് അല്ലേ? അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാനിപ്പിക്കണല്ലേ ബെറ്റർ. Do you think that I'm a psycho? May I come in, ma'am? ജെയിംസേ വാ ഇരിക്ക്. അവനെവിടെ ജിതിൻ? അവനിന്ന് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് തന്നെ പോയി. ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ്റെ മൈൻഡ് ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്. ഈസ് ഔട്ട് ഓഫ് റിയാലിറ്റി. അവൻ അവൻ്റേതായ ഒരു ലോകത്താണ്. അതിലവനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നവരെയൊക്കെ ഈവൻ കൊലപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട്. നിനക്കവനെ കുറച്ചും കൂടി പേഴ്സണലായിട്ട് അറിയുന്നതല്ലേ? യു ഷുഡ് ഗിവ് സം എക്സ്ട്രാ ടൈം ഫോർ ഹിം. അവനെ നീ കൂടുതൽ കേൾക്കാൻ തയ്യാറാവും. അപ്പൊ മിസ് പറഞ്ഞു വരുന്നത് അവനൊരു സൈക്കോയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. I'm not a psycho, dude. നീ ഇപ്പം ചിന്തിച്ചത് കറക്റ്റാ. ലോകത്തിലെ എല്ലാ സൈക്കോളും തന്നെ പറഞ്ഞു. ബട്ട് ഹിയർ ഇസ് ദ ഡിഫറൻസ്. ഞാൻ സൈക്കോ അല്ലല്ലോ. ഐ എം ഡൂയിങ് എ ഫേവർ ഫോർ യു മാൻ. ഈ നശിച്ച ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിന്നെ സഹായിക്കാം. നീയും അവിടെ പോയി ഹാപ്പി ജീവിക്കുന്നേ. ജസ്റ്റ് ചിൽ ടുഗദർ ബ്രോ. അവിടെ വീട്ടുകാരുടെ പ്രഷറില്ല, നാട്ടുകാരുടെ കുത്തലില്ല, ചതിയില്ല, വഞ്ചനയില്ല, ബ്രേക്കപ്പ് ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ഒള്ളി പൊളി വൈബ്സ്. Just go and explore. നമ്മൾ അവനോടുള്ള ബിഹേവിയർ പിന്നെ പ്രോപ്പർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഡിസൈഡ്സ് വാട്ട് നെക്സ്റ്റ് ഈസ്. പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, ഞാൻ ഒന്നും ചെയ്യില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ഈ ചെറുപ്പത്തിൽ മരിച്ചോണതൊക്കെ ഭാഗ്യം ചെയ്തവരല്ലേ? അതാകുമ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും അറിയണ്ടല്ലോ. ഇത് നമ്മുടെ ജീവിത ഒരു വഴിക്ക്, ആഗ്രഹങ്ങൾ വേറൊരു വഴിക്ക്, വീട്ടുകാരുടെ തീരുമാനങ്ങൾ മറ്റൊരു വഴിക്ക്. എടാ, ജീവിതമാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലേ ജീവിതത്തിലൊക്കെ ഒരു ത്രില്ലുള്ളൂ. അതൊക്കെ വിട്. ഇപ്പോൾ ക്ലാസ് ആയാലേ നമ്മൾ കരിയറാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ശരിയാ. ഇനി കരിയർ തന്നെ ഫോക്കസ് ചെയ്യും. ഞാനേ ഇപ്പൊ വരാട്ടോ.
ഇരവുകളാകെ പകലുകളാകെ ചുവടുകളാലേ പൊൻകിരണം തേടാം നിറയുമിതോരോ പതിവുകളിനിയും പരിചിതമാകും നാമറിയാ തീരം. സാർ, അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തതാണോ? പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ജസ്റ്റ് എ സൂയിസൈഡ്. ആസ് പെർ അവർ സൈക്കോളജിക്കൽ ടേംസ് ഹി കിൽഡ്. അവൻ കൊന്നു. അവനിഷ്ടമില്ലാത്ത അവന്റെ പല ചിന്തകളെയും പല വ്യക്തികളായി കണ്ട് അവൻ കൊന്നൊടുക്കി. ദേ ഓൾ ടുഗദർ കോൾഡ് ഹിം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ലോകത്ത് ഓരോ വർഷവും 7 ലക്ഷത്തിലധികം ആളുകളാണ് സ്വയം ജീവനൊടുക്കുന്നത്. അതായത് ഓരോ 40 സെക്കൻഡിലും ഓരോ വ്യക്തികൾ. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓരോ വർഷവും 1.5 ലക്ഷത്തിൽ പരം ആത്മഹത്യകൾ. അത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളം ആത്മഹത്യാ നിരക്കിൽ 4-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. വർഷത്തിൽ 10,000-ൽ പരം ആത്മഹത്യകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച് മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗും തിരഞ്ഞെടുക്കാതെ സിനിമ പഠിക്കണമെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന സ്വന്തക്കാർ. എക്സാം പേപ്പറിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് മുദ്ര കുത്തുന്ന ബന്ധുക്കൾ. SSLC ആണ്, +2 ആണ്, ഡിഗ്രിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന അധ്യാപകർ തുടങ്ങിയ സമൂഹത്തിലെ ഓരോ മേഖലയും ഒരു വ്യക്തിയുടെ മാനസിക നിലയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അന്വേഷിക്കാൻ തിടുക്കം കൂട്ടുന്ന 1000 പേര് ഒരാളെങ്കിലും ജീവനൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ പ്രയാസത്തെ അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിനെ അന്വേഷിച്ചാൽ ഇന്ന് പല ജീവനുകളും നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെടാതിരുന്നേക്കാം. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും കൂടെയുള്ളവൻ്റെ തോളിൽ തട്ടി നീ ഓക്കെ അല്ലെന്ന് ചോദിക്കാൻ അവൻ്റെ പ്രയാസത്തെ കേൾക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ വിജയം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.